ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയ ലഞ്ച് വ്ലോഗ് ചെയ്യാം. ഇന്നത്തെ ലഞ്ചിന് ഞാൻ മീൻകറി വെക്കുന്നുണ്ട്. മീൻ പരവ എന്ന് പറഞ്ഞ മീൻ കിട്ടിയിട്ടുണ്ട്. നല്ല മീനാണ്. അത് പച്ചക്കരച്ച് കറി വയ്ക്കാൻ നല്ലതാണ്. നമ്മൾ തേങ്ങ അരച്ച് വെക്കത്തില്ലേ, അത് ഞങ്ങൾ പച്ചക്കരച്ച് വെക്കാന്ന് പറയും പരവയ്ക്ക്. അപ്പം അത് വെക്കാം. മീനിനൊക്കെ ഇപ്പം ഭയങ്കര വിലയാണ്. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായി മീനൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പം ഇന്ന് വിചാരിച്ചു മീനൊക്കെ വാങ്ങിച്ച് കഴിക്കാവുന്ന കുറച്ച് ദിവസമായില്ലേ. പിന്നെന്താണ്, പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ചീര തോരൻ ഇവിടെ ഇരിപ്പുണ്ട്. വേണ്ടിയിട്ടുള്ള ചീര ഇവിടെ ഇരിപ്പുണ്ട്. അത് ഞാൻ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് കഴുകണം. ജസ്റ്റ് ഒന്ന് കഴുകി വെച്ചതേ ഉള്ളൂ. ഒന്നുകൂടെ ഒന്ന് കഴുകി അത് വൃത്തിയാക്കി എടുക്കണം. പിന്നെ ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ടാക്കാം. കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ 2 ദിവസമായിട്ട് വലിയ സുഖമൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഒരു ദിവസം ഒരു മുളോഷിയും പിന്നെ വേറൊരു ദിവസം ചുമ്മാ ഇതുപോലെ ചീരത്തോരനും പുളിശ്ശേരിയും അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് 2-3 ദിവസം പോയി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് കുക്കിംഗ് ഒക്കെ ചെയ്യാവുന്ന. അപ്പം മീൻകറിയും മെഴുക്കുവരട്ടി തോരൻ പിന്നെന്താ ഒരു മോര് കാച്ചിയത് അത് ഓൾറെഡി ഇരിപ്പുണ്ട്. പിന്നെ ഒരു സാലഡും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഇച്ചിരി കൂട്ടാനൊക്കെ ഉണ്ടാക്കി ചോറുണ്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് ലഞ്ചിന്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. മീൻ ഞാൻ ആക്ച്വലി മീൻ ഇന്നലെ വാങ്ങിച്ചതാണ്. കാരണം ഇന്നലെ പിന്നെ എനിക്ക് വയ്യാഞ്ഞുകൊണ്ട് ഞാൻ അതെടുത്തില്ല. ഞാൻ നേരെ ഫ്രീസറിൽ കയറ്റിയപ്പോൾ അതിൻ്റെ ഐസ് മാറാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുകയാണ്. പിന്നെ ചീരയും കൂടെ ഒന്ന് വൃത്തിയാക്കാണ്ട് പണി കിടപ്പുണ്ട്. ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം ഇനി തുടങ്ങാനായിട്ട്. പിന്നെന്താ, നമുക്ക് ആദ്യം അങ്ങ് കായും പയറും കൂടെ അങ്ങ് മെഴുക്കുവരട്ടിയാക്കാം. അപ്പോഴത്തേനും ചീരയും കുറച്ച് നേരം ഈ വെള്ളത്തിൽ കിടക്കുന്നൊന്ന് അത് ഒന്ന് കഴുകി എടുത്തു ഞാൻ. എന്നാലും ആയില്ല, ഇതിനകത്ത് ഒത്തിരി മണ്ണും പൊടിയൊക്കെ കാണും. അപ്പം ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ഒലച്ചൊന്ന് കഴുകണം. അപ്പം ലാസ്റ്റ് ഇന്ന് മീൻകറി വയ്ക്കാൻ പറ്റത്തുള്ളൂ. കാരണം മീൻ്റെ ഐസ് കുറച്ച് പോകണ്ട. ഞാൻ ഇപ്പോഴെടുത്തിട്ടത്. ഞാനങ്ങ് രാവിലെ എടുത്ത് വെക്കാനും മറന്നുപോയി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പയറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പയർ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ദിവസം 2-3 ദിവസമായിട്ട് ഞാൻ വലിയ കുക്കിങ്ങും പരിപാടികളൊന്നും ഇല്ലായിരുന്നു. മേടിച്ച് വെച്ചിട്ട് 2 ദിവസമായി. കുറച്ചൊന്ന് വാടിപ്പോയി. അപ്പോൾ അത് വാടിയതും ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. കുറച്ചതൊന്ന് വാടിപ്പോയി. നമുക്കിനിയിപ്പോൾ അത് കായും പയറും കൂടെ മെഴുക്കുവരട്ടി വെക്കാം. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് വെക്കുന്നത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഉള്ളിയൊന്നും എടുക്കത്തില്ല. എനിക്ക് അതാ ഇഷ്ടം. ശ്രീഹരി ഇതുവരെ അതിന് ഇഷ്ടക്കേടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് അത് വെക്കാം. പിന്നെന്താ, അത് ഞാനിപ്പം റെഡിയാക്കാൻ പോവാം. നമുക്കത് പെട്ടെന്ന് ഒടിച്ചൊടിച്ച് റെഡിയാക്കി എടുക്കാം. ഇതിനകത്ത് ഞാൻ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അത്ര എനിക്ക് തോന്നില്ല. എൻ്റെ അടി കിടക്കുന്നതൊക്കെ മുകളിൽ കുറച്ച് മാത്രമേ ഉള്ളൂ വാടാത്ത. ബാക്കി അടി കിടക്കുന്നതൊക്കെ വാടിയത്. അതാ ഞാൻ മിക്സ് ചെയ്ത് മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. പയർ ഞാൻ അരിഞ്ഞതിന് ശേഷമാണ് കഴുകുന്നത്. ഫുൾ അരിഞ്ഞതിന് ശേഷമാണ് കഴുകുന്നത്. സാധാരണ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഈ വാടിയ പയറിനകത്തെ മണികൾ ഞാൻ എടുക്കും. എന്നിട്ട് അതിൻ്റെ തോലങ്ങ് കളയും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അത് രണ്ടും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് തോരൻ വെക്കാൻ അത് കിടക്കുന്ന കാണാനും നല്ല രസമല്ലേ. അപ്പോൾ അങ്ങനെ ഞാനതെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ച പോലെ അങ്ങ് വാടിയിട്ടില്ലായിരുന്നു. കുറച്ച് ബാക്കിയുണ്ട്. ഇത് മുഴുവനും കൂടെ എടുത്തു കഴിഞ്ഞാൽ വെറുതെ എന്തിനാ. ഇന്ന് കായും പയറും കൂടെ തന്നെ മെഴുക്കുവരട്ടി വെക്കാം. അപ്പം ഞാൻ കുറച്ചെടുത്ത് ബാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു പിടിയേ ഉള്ളൂ. അത് ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടി അല്ലെങ്കിൽ അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്തൊക്കെ ഇടാമല്ലോ. അപ്പം ഞാൻ ബാക്കി എടുത്ത് മാറ്റി വെച്ചു. വാടിയത് ഇനി ഇതിൻ്റെ കൂടെ ഇപ്പം ഇത്ര ഉണ്ടല്ലോ, ഞങ്ങൾക്ക് 2 പേർക്ക് ഇതൊക്കെ ധാരാളം. ഒരു കായം കൂടെ ചേർത്താൽ മതി. ഈ കായം കൂടെ അങ്ങ് എടുത്ത് വെക്കാം. വെറും കായം കൂടെ വേണോ? കായ അരിഞ്ഞിട്ട് നോക്കാം. ചെറിയ കായാണ്. ഞാൻ നേന്ത്രക്ക, കാരണം എളുപ്പമാകാൻ ഈ കായണമെന്നല്ല, ഞാൻ എന്തെങ്കിലും ഓണം അല്ലെങ്കിൽ വിഷു ആ ഒരു സമയത്തോടനുബന്ധിച്ച് ഞാൻ നേന്ത്രക്ക പച്ച മേടിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഈ പടത്തിക്കായാണ് മേടിക്കുന്നത്. കാരണം ഇത് വേഗം നമുക്ക് വെക്കാൻ പറ്റും. പെട്ടെന്ന് കുക്കായി കിട്ടും. നേന്ത്രക്ക ഒന്നുമില്ലെങ്കിൽ കുറച്ച് സമയം വേണം. അല്ലെങ്കിൽ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കണം. മിക്കവാറും ഞാനതുകൊണ്ട് ഈ പടത്തിക്കായാണ്
മേടിക്കുന്നത്. പിന്നെ ഇവിടെ അങ്ങനെ എല്ലാ പച്ചക്കറി കടയിലും നമ്മുടെ നേന്ത്രക്ക പച്ച കിട്ടത്തില്ല. ആ ഒരു നേന്ത്രപ്പഴമൊക്കെ പച്ച വെക്കുന്ന ഒരു കടയുണ്ട്, പഴങ്ങളുടെ മാത്രം ഒരു കടയുണ്ട് ഇവിടങ്ങളിൽ. അപ്പോൾ ആ കട മാത്രമേ നേന്ത്രക്കായൊക്കെ പച്ച കിട്ടത്തുള്ളൂ. എപ്പോഴും ഇവിടെ ഈ ടൈപ്പ് കായാണ്. പ്രാവശ്യമാണെങ്കിൽ തീരെ ചെറുതുമാണ്, മറ്റേ ഒരുമാതിരി വലുതാണ്. ഇത് ഏതായാലും 2 വേണ്ടി വരും. അപ്പോൾ ഇത് നമുക്ക് അരിഞ്ഞ് ഇതും റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇത് കൊണ്ടുപോയി ഞാൻ ഫ്രിഡ്ജിനകത്ത് വെക്കട്ടെ. അപ്പം ഞാനിവിടെ പയറൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കായും കൂടെ അരിയണം. ഒന്ന് കഴുകിയിട്ട് ഇതിൻ്റെ തൊലി ഞാൻ ഒത്തിരി അങ്ങ് കളയാറില്ല. ഇതിൻ്റെ ഈ ഒരു ഭാഗം മാത്രമേ സാധാരണ കളയാറുള്ളൂ. പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് വലിയൊരു വൃത്തി തോന്നിക്കുന്നില്ല, ഈ കറുത്ത പാടുള്ളതുകൊണ്ട്. ഏത്തക്കയാണെങ്കിൽ തൊലി കളയേണ്ട കാര്യമില്ല. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കളയും. ഇത് കഴുകിയിട്ട് നമുക്ക് ഇതും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കായയുടെ തൊലി ഞാൻ കുറച്ച് കളയുവാണ്, കാരണം അതിലിങ്ങനെ ഒരുപാട് കറുത്ത ഭാഗമുണ്ട്. അതുകൊണ്ട് സാധാരണ ഞാൻ അങ്ങനെ കായയുടെ തൊലി കളയാറില്ല. ജസ്റ്റ് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ ആ ഒരു 4 സൈഡും ഇങ്ങനെ നിൽക്കത്തില്ല, ആ ഒരു ഭാഗമാണ് മിക്കവാറും കളയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഏത്തക്കയാണെങ്കിൽ ഞാൻ ഒട്ടും കളയാറില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കായും കൂടെ നമ്മുടെ സ്ക്വയർ നമ്മുടെ മെഴുക്കുവരട്ടിക്ക് അരിയുന്ന രീതിയിൽ ഇച്ചിരി കനത്തിൽ അരിയണം, അല്ലെങ്കിൽ ഇതങ്ങ് പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോവും. ഈ മെഴുക്കുവരട്ടി പ്രത്യേകിച്ച് ഈ പടറ്റിക്ക ഭയങ്കരമായിട്ട് വെന്ത് കുഴഞ്ഞു പോവും. എന്നിട്ട് കുറച്ച് ഉപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് പയർ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടുള്ള പയർ ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇത് ഉപ്പുവെള്ളത്തിൽ നന്നായിട്ട് കഴുകി അതും ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഒരുമിച്ച് രണ്ടും ഏകദേശം ഒരുപോലെ വെന്തോളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാനൊരു 3 പച്ചമുളകും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറൊന്നും അങ്ങനെ ചേർക്കാറില്ല. ഇത്രയും ചേർത്ത് ഒന്ന് വേവിച്ചിട്ട് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതാണ് എൻ്റെ മെഴുക്കുവരട്ടി. എനിക്ക് അങ്ങനെ വെക്കുന്ന ഇഷ്ടം. അതുകൊണ്ടാണ് എനിക്ക് കൂടുതലും ഈ മറ്റേ മുളക് പൊടിയും ചതച്ച മുളകും ഉള്ളിയൊന്നും ചേർക്കുന്ന എനിക്കിതിനൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് എപ്പോഴും ഈ പച്ചമുളക് ചേർത്ത് ഇങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെന്ത് കഴിയുമ്പം കുറച്ച് എണ്ണ ഒഴിച്ച് അതിങ്ങനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്ന അതാണ് എനിക്കിഷ്ടമുള്ള ഒരു ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെക്കുന്നത്. അപ്പം ഞാൻ അതിനിടയ്ക്ക് അരി വെച്ചു. പിന്നെ നമ്മുടെ ചീരയെല്ലാം കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അത് ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഇനി എന്താ പരിപാടി, മീൻ വെക്കണം. മീനിൻ്റെ ഐസൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് മീൻകറി വെക്കണം. സാധാരണ മീൻകറിയാണ് ഞാൻ ആദ്യം വെക്കുന്നത്, പിന്നെയാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ വെക്കാറ്. ഇത്തവണ മീൻ ഇങ്ങനെ ഐസ് ഇട്ടിരിക്കുന്നത് കൊണ്ട് ആ ഐസ് മാറാൻ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. കാരണം ഇന്നലെ ഞാൻ അത് കൊണ്ടുവന്ന് നേരെ ഫ്രീസറിനകത്ത് കയറ്റി. എനിക്ക് വയ്യായിരുന്നു ഇന്നലെ മീൻ കൂട്ടാൻ വെക്കാനായിട്ട്, അതുകൊണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വറക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിനകത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി കറി വെക്കാമെന്ന് വിചാരിച്ചു. ഇത് പരവയാണ്, വലിയ പരവയല്ല, ഇങ്ങനെ ചെറിയ പരവയുണ്ട്. കട്ട് ചെയ്തൊന്നും വേണ്ട, നമുക്കൊന്നോടെ തന്നെ വെക്കാം. എനിക്കിഷ്ടമുള്ളൊരു മീനാണ് ഈ പരവ. പ്രത്യേകിച്ച് ഈ പരവ ഇങ്ങനെ പച്ചയ്ക്ക് ഇങ്ങനെ അരച്ച് വെക്കുന്ന കറി നല്ല ടേസ്റ്റാണ്. അപ്പം അത് വെന്ത് വന്നപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അത് തുറന്ന് വെച്ച് നമ്മുടെ മെഴുക്കുവരട്ടി നല്ല ഫ്രൈ ആക്കി എടുക്കട്ടെ. പിന്നെ ഇനി മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പം ഒരു മീഡിയം സൈസ് ഇഞ്ചി ചേർത്ത് കൊടുക്കണം. അതിൽ ഒരു ചെറിയ പീസ് നമ്മൾ തേങ്ങയുടെ കൂടെ അരയ്ക്കുകയും ചെയ്യും. പിന്നെ ഞാൻ അല്ലാതെ എണ്ണയിൽ ഒന്ന് വഴറ്റി ചേർക്കാനും കുറച്ച് എടുക്കുന്നുണ്ട്. എനിക്കങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമാണ്. അങ്ങനെ 2 രീതി ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അരയ്ക്കുക, അല്ലെങ്കിൽ എണ്ണയ്ക്കകത്ത് ചേർക്കുക. ഞാൻ അങ്ങനെ 2 ചേർക്കും. പിന്നെ ഇതിനകത്തേക്ക് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു കണക്കിന് 1 കപ്പ് തേങ്ങയോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്കൊരു 3-4 ചെറിയ ഉള്ളി, പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു കുഞ്ഞു പീസ് ഇഞ്ചി, പിന്നെ അത്രയും മതി. അത്രയും. പിന്നെ നമ്മുടെ പൊടികൾ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഏകദേശം ഒരു 2-2.5 ടീസ്പൂണോളം മുളക് പൊടി. കാരണം നമ്മൾ 3-4 പച്ചമുളക് ചേർക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ എരിവുണ്ട്. പിന്നെ ഈ മുളക് പൊടിയുടെ എരിവ്, അപ്പോൾ അത് കണക്കാക്കി മുളക് പൊടി ചേർത്ത് കൊടുക്കുക.
അത് പച്ചമുളകിൻ്റെ എരിവ് എത്രയുണ്ട് ആ രീതിയിൽ. പിന്നെ എണ്ണ ഒഴിച്ച് ഉലുവയിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, ആകെ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും പിന്നെ അതിനകത്ത് ആ മിക്സി കഴുകി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള കുടംപുളിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. തിളച്ചതിന് ശേഷം നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി, വേറെ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു വെച്ചത് നന്നായിട്ട് തിളക്കട്ടെ. ആ സമയത്ത് നമ്മുടെ ചീര ഇവിടെ വൃത്തിയായിട്ട് അരിഞ്ഞു വെക്കാം, അല്ലെങ്കിൽ നമുക്ക് തോരൻ വെക്കണ്ടേ. അപ്പം മീൻ നന്നായിട്ട് തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വീണ്ടും ആദ്യം മീൻ കഷ്ണം ചേർത്ത് കഴിയുമ്പോൾ ഒന്ന് കൂട്ടി വെക്കണം, ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പം ബാക്കിയുള്ള ചീരയും കൂടെ ഞാൻ പെട്ടെന്ന് അരിഞ്ഞ്, ചീരത്തോരൻ പിന്നെ പെട്ടെന്നാവുമല്ലോ, വലിയ താമസമൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ കുറച്ച് ലാസ്റ്റിലത്തേക്ക് വെച്ചത്. നമുക്ക് ഈ ഒരു ചട്ടി തന്നെ നമുക്ക് ചീരത്തോരനും വെക്കാം. നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ ആയിട്ടുണ്ട്, വെറുതെ എന്തിനാ ഇനി അടുത്തൊരു പാത്രം കൂടെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ ചട്ടിയിലെ മെഴുക്കുവരട്ടി എല്ലാം മാറ്റിയിട്ട്, ഞാൻ കഴുകാനൊന്നും പോകുന്നില്ല, നന്നായിട്ട് മാറ്റിയിട്ട് അതിൽ തന്നെ അങ്ങ് ചീരത്തോരൻ വെച്ചാൽ മതി. ഇനി കഴുകൊന്നും വേണ്ട. കടുക്, മുളക്, കറിവേപ്പില ഇതൊക്കെ ചേർത്ത് കടു വറുത്തതിന് ശേഷം ചീരയിലേയും ചേർത്ത് എടുക്കുക. അതുമ്പോൾ ഇനി അടുത്തൊരു പാത്രവും കൂടെ എടുത്തിട്ട് അതും കൂടെ കഴുകി എന്തിനാ. പിന്നെ ഇനി എൻ്റെ കയ്യിലിരിക്കുന്നത് ഇച്ചിരി വലിയ ചട്ടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ അങ്ങ് ചെയ്യാം. അപ്പം ഇനിയും കുറേ പാത്രങ്ങൾ കഴുകണ്ടല്ലോ. അത് മാത്രമല്ല നോണൊന്നും അല്ലല്ലോ, വെജ് അല്ലേ, അപ്പം നമുക്ക് കുഴപ്പമില്ല. മീൻ എന്തെങ്കിലുമൊക്കെയാണ്, മീൻ മുട്ടയൊക്കെ ആകുമ്പോൾ നമുക്കത് കഴുകിയിട്ട് തന്നെ എന്തെങ്കിലും വെജിറ്റേറിയൻ ഫുഡ് വെക്കണം. വെജ് ആകുമ്പോൾ അതിൽ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും പറ്റി പിടിച്ചില്ല, കറി അല്ല മെഴുക്കുവരട്ടിയൊക്കെ ആണ്ട് ആ ഒരു പാത്രം തന്നെ എടുത്താലും മതി. പിന്നെ ഞാൻ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ചേർക്കത്തില്ല, കാരണം ഇത് അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം ഇറങ്ങും ഈ ചീരയിലേന്ന്. അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അത് ഒത്തിരി കൂട്ടി വയ്ക്കാതിരുന്നാൽ മതി, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. അപ്പം നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില മാത്രം ചേർത്താൽ മതി, വെളിച്ചെണ്ണയൊന്നും ചേർക്കേണ്ട. കാരണം ഓൾറെഡി നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നമ്മൾ വഴറ്റിയല്ലേ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അടച്ചങ്ങ് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് കഴിഞ്ഞാൽ സെറ്റാണ് സംഭവം. അപ്പം നമ്മൾ തോരനും മീൻകറി ഒക്കെ റെഡിയായി. ഇനി നമുക്ക് മെഴുക്കുവരട്ടിയും റെഡിയായി. ഞാൻ സാലഡ് വേണ്ടാന്ന് വിചാരിച്ചു, കാരണം മോര് തിരിപ്പുണ്ട്, അപ്പോൾ അത് മതി. അതും സാലഡും കൂടെ വേണ്ട, മോര് നിന്ന് തീർക്കണം. അതുകൊണ്ട് അത് രണ്ടും കൂടെ ആകുമ്പം ഒത്തിരി അങ്ങ് വെള്ളമായിട്ട് വന്നു. അത് മീൻകറിയും കുറച്ച് വെള്ളത്തിലാണ്. സാലഡ് ഞാൻ തൈര് ഒഴിച്ച സാലഡാണ് ഇവിടെ എടുക്കുന്നത്. മറ്റേതധികം ഡ്രൈ ആയിട്ടുള്ള സാലഡ് അധികം എടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. ഇത്ര മതി. അപ്പം മെഴുക്കുവരട്ടിയുണ്ട്, തോരനുണ്ട്, മീൻകറിയുണ്ട്, മോര് വെച്ചതുണ്ട്. അപ്പം നമുക്ക് ഈ ചൊറക്ക വിളമ്പാം. അപ്പോൾ നമ്മുടെ മീൻകറി ഉണ്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഈ പരവ നല്ലതാണ്, ഇങ്ങനെ പച്ചക്കരച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി, നമ്മുടെ ചീരത്തോരനും ഇവിടെ റെഡിയായി. പിന്നെന്താ, നമ്മുടെ പയറുമെഴുക്കുവരട്ടി ഞാൻ ഓൾറെഡി റെഡിയാക്കി അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ ഊണ് ഇതൊക്കെയായിരുന്നു. പയറുമെഴുക്കുവരട്ടിയും ചീരത്തോരനും മീൻ കൂട്ടാനും ഒക്കെ കൂട്ടി ഉണ്ടു. പിന്നെ ഞാൻ ചോറ് വിളമ്പുന്നതൊന്നും എടുത്തില്ല. അപ്പം ചോറൊക്കെ മീനും കഴിക്കാനൊക്കെ പോവാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.